മമ്മൂട്ടി പാവമാണ്, പക്ഷേ തന്നെ താങ്ങി നിൽക്കുന്നവരെ മാത്രമേ സംരക്ഷിക്കൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി ഒരു പാവമാണ്, 100% പാവമാണെന്ന് പറയുന്നവരുണ്ട്. വായയിൽ വിരലിട്ടാൽ പോലും കടിക്കില്ല എന്ന് പറയുന്നവരുണ്ട്. നിഷ്കളങ്കനാണെന്ന് പറയുന്നുണ്ട്. കുട്ടികളുടെ മനസ്സാണെന്ന് പറയുന്നവരുണ്ട്. അതേസമയം ക്ഷിപ്രകോപിയാണെന്നും പറയുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എന്താണ് മമ്മൂട്ടിയെക്കുറിച്ച് അഭിപ്രായമെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായമാണ് ഉണ്ടാവുക. ഞാൻ ഈ അടുത്ത കാലത്ത് ഡേഞ്ചറസ് ഫിറോസ് ഖാൻ്റെ ഒരു ഇൻ്റർവ്യൂ ശ്രദ്ധിക്കാനിടയായി. ഫിറോസ് ഖാനും മമ്മൂട്ടിയും ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ഡേഞ്ചറസ് ഫിറോസ് ഖാൻ ഇപ്പോൾ പ്രശസ്തനാണ്. കാരണം മുമ്പ് ഏഷ്യാനെറ്റിൽ ഡേഞ്ചറസ് എന്നുള്ള പരിപാടി അവതരിപ്പിച്ചിട്ടാണ് ഫിറോസ് ഖാൻ ശ്രദ്ധേയനായത്. അതിനുശേഷം ബിഗ് ബോസിൽ വന്നു കുറേ കൂടി പ്രശസ്തനായി. പക്ഷേ ബിഗ് ബോസിൽ നിന്ന് പെട്ടെന്ന് അവിടുന്ന് പുറത്ത് പോകേണ്ടി വന്നു. അത് എന്തോ ചില കയ്യിലിരിപ്പാണെന്നും പറഞ്ഞു കേൾക്കുന്നു. അത് നമുക്കറിയില്ല, പറഞ്ഞു കേട്ടതാണ്. അപ്പോൾ അങ്ങനെ പ്രശസ്തനായ ഫിറോസ് ഖാൻ പിന്നീട് മമ്മൂട്ടിയോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചു. സിനിമയ്ക്ക് പറ്റിയ ഫിഗർ തന്നെയാണ് ഫിറോസ് ഖാൻ എന്നാലോചിക്കണം. ആ ഫിറോസ് ഖാനോട് ഇൻ്റർവ്യൂവിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചു, എന്താണ് മമ്മൂട്ടി, നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതല്ലേ, എന്താണ് നിങ്ങൾക്ക് മമ്മൂട്ടിയെക്കുറിച്ചുള്ള അഭിപ്രായം? അപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണത്, അയ്യോ പാവമാണ് കേട്ടോ, വളരെ പാവം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പാവത്താണ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മമ്മൂട്ടി ഉള്ള സെറ്റിലേക്ക് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇല്ലാത്ത കൂളിംഗ് ഗ്ലാസോ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്ത എന്തോ കൊണ്ട് ചെന്നാലും അതെല്ലാം പിടിച്ചു പറിക്കുന്ന പോലെ പിടിച്ചു വാങ്ങുന്ന സ്വഭാവം മമ്മൂട്ടിക്കുണ്ട്. ഞാൻ നിക്കലെ തന്നെയാണ് നല്ലൊരു ഷർട്ടിട്ട് ആൾ വന്നപ്പോൾ ആ ഷർട്ട് അയാളെ കൊണ്ട് അഴിപ്പിച്ച് മാറ്റി. അതായത് നമ്മളൊക്കെ റാഗ് ചെയ്യാന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അതുപോലും നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിയിക്കും. അപ്പോൾ ഒരേ സ്ഥലത്ത് പാവമാണെന്ന് പറയുമ്പോൾ തന്നെ തനിക്ക് ഇല്ലാത്ത ഒരു കാര്യം മറ്റുള്ളവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് പിടിച്ചു വാങ്ങുന്നൊരു സ്വഭാവം മമ്മൂട്ടിക്ക് ഉണ്ട് എന്നാണ് ഫിറോസ് ഖാൻ പറഞ്ഞത്. അതുമാത്രമല്ല, ഫിറോസ് ഖാൻ പറഞ്ഞു, ഞാൻ പിന്നീട് മമ്മൂക്കയുടെ പടത്തിലൊന്നും അധികം വന്നിട്ടില്ല. അതിൻ്റെ കാരണമുണ്ട്. മമ്മൂട്ടിയെ താങ്ങി നിൽക്കുന്നവരെ മുഖസ്തുതി പറയുന്നവരാണെങ്കിൽ രണ്ടാമത്തെ പടം കിട്ടും, അല്ലാത്തവർക്കതും കിട്ടില്ല. എൻ്റെ അനുഭവം അതാണ്. ഞാനൊരാളെയും ചൊറിഞ്ഞു നിൽക്കാനോ താഴ്ന്നു നിൽക്കാനോ വ്യക്തിത്വം പണയം വയ്ക്കാനോ ഞാൻ തയ്യാറില്ല എന്നുകൂടി ഫിറോസ് ഖാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഈ ഫിറോസ് ഖാൻ പറഞ്ഞ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചിലരൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഫിറോസ് ഖാൻ പറഞ്ഞത് ഫിറോസ് ഖാൻ്റെ അഭിപ്രായമാണ്. പക്ഷേ മമ്മൂട്ടിക്ക് മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ ഈഗോ ഇല്ലേ? എനിക്ക് എൻ്റേതായ ഈഗോ ഇല്ലേ? ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. എനിക്ക് കിട്ടാത്തൊരു വാർത്ത വേറെ ആൾക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ അസ്വസ്ഥതയുള്ളതായിരിക്കും. കാരണം ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് വാർത്ത എനിക്ക് കിട്ടണം എന്നൊരു വാശി എനിക്ക് മുമ്പുണ്ടായിരുന്നു. എനിക്ക് കിട്ടാത്ത വാർത്ത അത് സത്യസന്ധമായ വാർത്ത അല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈഗോ ഓരോരുത്തർക്കുമുണ്ട്. മമ്മൂട്ടിക്ക് ഈഗോ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ മമ്മൂട്ടി ഹീറോയി ഞാനാണ് രാജാവ്, ഒരു കിരീടം വയ്ക്കാത്ത രാജാവാണ് മലയാള സിനിമയിൽ എന്ന് വിചാരിച്ച് നടക്കുന്ന മമ്മൂട്ടിയുടെ മുന്നിൽ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ ചോദിക്കാൻ ചെന്നാൽ, അല്ലെങ്കിൽ കയ്യുമ്പോൾ കാലുമേൽ കാല് കയറ്റി കസേരയിലിരുന്നാൽ, അതല്ലെങ്കിൽ മമ്മൂട്ടി ഇരിക്കുമ്പോൾ മമ്മൂട്ടി എടുത്ത് കസേരയിട്ടിരുന്നാൽ, ഇതൊക്കെ മമ്മൂട്ടിക്ക് പ്രയാസം ഉണ്ടായിരിക്കും പലർക്കും. അപ്പോൾ അതേ സ്ഥാനത്ത് മമ്മൂട്ടി ഇരിക്കുമ്പോൾ നിങ്ങൾ മമ്മൂട്ടിയുടെ മുമ്പിൽ നിന്ന് ഇച്ചിരി നടുവളഞ്ഞുകൊണ്ട് കൈ കെട്ടി യെസ് സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അവസരം കിട്ടും എന്ന് ധ്വനി തന്നെയാണ് ഫിറോസ് ഖാൻ പറഞ്ഞത്. അത് ഏറെക്കുറെ സത്യം തന്നെയാണ്. പക്ഷേ നമ്മളൊന്ന് ചോദിക്കട്ടെ, നമ്മളെന്തിനാണ് മമ്മൂട്ടിയേക്കാൾ വലിയനാവാൻ ശ്രമിക്കുന്നത്? മമ്മൂട്ടി വലിയവനായത് മമ്മൂട്ടി കഠിനാധ്വാനം കൊണ്ട് മാത്രമല്ലേ? ആ കഠിനാധ്വാനം കൊണ്ട് ചെയ്യുമ്പോൾ തൻ്റെ മുന്നിൽ ഇന്നലെ വന്നൊരു പയ്യൻ മുമ്പിൽ കസേരയിട്ട് കാല് കയറ്റിയെടുക്കുമ്പോൾ ഇത്തിരി തോന്നും. മുമ്പ് നമ്മൾ കേട്ടിട്ട് ശിവാജി ഗണേശൻ അഭിനയിക്കാൻ വന്നപ്പോൾ എല്ലാവരും സെറ്റിൽ നിന്ന് എണീറ്റ് നിൽക്കുക, സിൽക്ക് സ്മിത മാത്രം എണീറ്റ് നിന്നില്ല എന്നാലോചിക്കണം. അത് ഒരു നോട്ടം മാത്രമാണ് ശിവാജി ഗണേശൻ നോക്കിയത്. പലരും പറഞ്ഞു, സിൽക്കെ നീ ചെയ്തത് തെറ്റാണ്, ഇത്രയും വലിയ നടൻ വന്നിട്ട് അദ്ദേഹത്തെ എല്ലാവരും എണീറ്റ് നിന്നപ്പോൾ സിൽക്ക് സ്മിത മാത്രമാണ് എണീറ്റ് നിൽക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ സ്മിതയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ എന്തിന് അദ്ദേഹം വരുമ്പോൾ എണീറ്റ് നിൽക്കണം? ഞാനും അദ്ദേഹവും ഈ സിനിമയിലെ കഥാപാത്രങ്ങളാണ്, അഭിനയിക്കാൻ വന്നവരാണ്.
എന്നെ വിളിച്ചത് വെറുതെ അല്ല, എൻ്റെ കഴിവിനനുസരിച്ചാണ് എന്നെ വിളിച്ചത്. അപ്പോൾ മറ്റാർക്കും ചെയ്യാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ശിവാജി ഗണേശന് തുല്യം തന്നെയാണ്. അപ്പോൾ ആ തുല്യതയിലുള്ളപ്പോൾ ഞാൻ എന്തിനാണ് എണീറ്റ് നിൽക്കേണ്ട ആവശ്യമെന്നാണ് സിൽക്ക് സ്മിത ചോദിച്ചതെന്നായിരിക്കണം. നിനക്ക് തിരിച്ചടികൾ കിട്ടുമെന്ന് തിരിച്ചടികൾ കിട്ടിക്കോട്ടെ, ജീവിതത്തിൻ്റെ അവസാനം പറയാൻ സിനിമയിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് അന്ന് സിൽക്ക് സ്മിത പറഞ്ഞ ഉത്തരം. അതേപോലുള്ള ഉത്തരങ്ങൾ പറയാൻ പലർക്കും മടിയുണ്ട്, മനസ്സിലുണ്ട്. ഫിറോസ് ഖാൻ ചെറുതായെങ്കിലും തൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞു. നാളെ സിനിമ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, എന്നാലും തനിക്ക് സ്വന്തമുള്ളൊരു നട്ടെല്ലുണ്ടല്ലോ, അത് വളയ്ക്കാൻ തയ്യാറില്ല എന്ന് ഫിറോസ് ഖാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിറോസ് ഖാൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് ആലോചിക്കണം. വ്യക്തിത്വമുള്ളവർക്ക് അതേ കാലം പരുവായി നീണ്ടു കൊണ്ടുപോകാൻ പോകില്ല. പല സർട്ടിഫിക്കറ്റ്, നല്ല സർട്ടിഫിക്കറ്റും കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ആലോചിക്കണം. പിന്നെ മമ്മൂട്ടിയുടെ ഡ്രസ്സിൻ്റെയും കണ്ണടയുടെയും കാര്യമൊക്കെ അത് മമ്മൂട്ടിക്ക്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോട് മമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ആലോചിക്കണം. ആ പുതിയ സാധനങ്ങൾ, ഇത് ശരിയാണ്, മമ്മൂട്ടിയുടെ കയ്യിൽ ഇപ്പം എന്തൊക്കെയുണ്ട്, അതില്ലാത്തൊരു സാധനം ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വാ നോക്കട്ടെ, ഇതെവിടുന്ന് കിട്ടി നോക്കട്ടെ, നല്ല ഗ്ലാസ്, കണ്ണട കൂളിംഗ് ഗ്ലാസ്സാണ് വെച്ച് നോക്കും. ഈ കൂളിംഗ് ഗ്ലാസ് ആണെന്ന് വെച്ച് നോക്കിയിട്ട് അത് കൊള്ളാം കേട്ടോ, ഇത് നിൻ്റെ മുഖത്തിരിക്കണേക്കാൾ നല്ലത് എൻ്റെ മുഖത്തിരിക്കുകയാണ് എന്ന് വെച്ച് നോക്കും. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ ചോദിക്കും, എങ്ങനെയുണ്ടാ സാധനങ്ങൾ, എങ്ങനെയുണ്ടായിരിക്കും? മമ്മൂക്ക, ഇത് മമ്മൂക്കയ്ക്ക് മാത്രമാണ് ചേരുന്നത്. കേട്ടില്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് നിനക്കത്, എൻ്റെ മുഖത്തിരിക്കട്ടെ അല്ലേ? അങ്ങനെ മമ്മൂട്ടി എടുക്കും. പകരം മമ്മൂട്ടി പലതും കൊടുക്കും. മമ്മൂട്ടി ഇപ്പോൾ ഒരു നിങ്ങളുടെ ഇന്ന് വാങ്ങിയാലും ശരി, മമ്മൂട്ടി അതിനേക്കാൾ കൂടുതൽ വിലയുള്ള സാധനം കൊടുത്തേക്കാം. പക്ഷേ ഏറ്റവും പുതിയ സാധനം അത് അവകാശപ്പെട്ട് തനിക്ക് ആണ് എന്നുള്ളൊരു രീതി മമ്മൂട്ടിയിലുണ്ടെന്ന് ആലോചിക്കണം. അത് മമ്മൂട്ടിയുടെ ഇപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളൊന്നുമല്ല, മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു ആലോചിക്കണം. അപ്പം അങ്ങനെയുള്ള മമ്മൂട്ടി കുറേ പേരെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊക്കെ വിചാരിക്കുക, അയ്യോ ഈ പഴയ പടത്തിൽ ഇന്നാൾ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അതിന് പിന്നിൽ പലതുണ്ടായിരിക്കും. എനിക്കറിയുന്ന കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് മുൻപ് ഞാൻ എഴുതിയിട്ടുള്ളതാണത്. അപ്പോൾ അത് ആ കൂട്ടത്തിൽ അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ സത്യത്തിൽ വേദന തോന്നി. മമ്മൂട്ടിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യത്തിലേറെ പബ്ലിസിറ്റി, ആവശ്യത്തിലേറെ പടങ്ങൾ, സ്വന്തമായ നിർമ്മാണ കമ്പനി, താനിന് ഭാവിയിൽ സംവിധാനം ചെയ്യാൻ പോകുന്നു. അതായത് സിനിമാ ലോകം കീഴടക്കി കഴിഞ്ഞിരുന്നു. സിനിമാ ലോകം മാത്രമല്ല, രാഷ്ട്രീയ ബന്ധങ്ങൾ, വൻകിട വലിയ വലിയ സുഹൃത്തുക്കൾ, പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാരുടെ സ്വാധീനം, ഇതെങ്ങനെയെല്ലാമുള്ള ഒരാൾ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി, അവരുടെ സിനിമ തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ സത്യത്തിൽ വേദന തോന്നി. എനിക്ക് അതിൽ അത്ഭുതം ഇല്ല. കാരണം എനിക്കുണ്ടായ അനുഭവങ്ങൾ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ടായ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളൊന്നും ഞാനിതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ഇനി എന്തിനു മറച്ചു വെക്കണമെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇനി എന്തിനു മറച്ചു വെക്കണം എന്നുള്ള ചോദ്യം ഇപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സത്യമേ പറയൂ എന്ന ടൈറ്റിൽ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അടക്കം എഴുതാനാണ് ഉദ്ദേശിക്കുന്നത് ആലോചിക്കണം. അത് മമ്മൂട്ടിയുടെ വശം തന്നെയാണ്. ഇങ്ങനെ പലരുമുണ്ട്. എന്തായാലും ഫിറോസ് ഖാൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഫിറോസ് ഖാൻ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കട്ടെ എന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ ശബ്ദം, തനിക്ക് രണ്ടാമത്തെ സിനിമ കിട്ടിയില്ലെങ്കിലും തൻ്റെ നട്ടെല്ല് വിളയ്ക്കാൻ താൻ തയ്യാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ചെറുപ്പക്കാരൻ നമുക്ക് അനുമോദിക്കാതിരിക്കാൻ പറ്റില്ല. കലയും ഏത് രംഗത്തായാലും ശരി, ചെറുതായാലും വലുതായാലും ഓരോരുത്തർക്കും അവരുടെ നട്ടെല്ല് പ്ലാസ്റ്റിക് നട്ടെല്ല് ആകാതിരിക്കട്ടെ.